ലെയർ 1 ആൻഡ് ലെയർ 2 എല്ലാ ബുൾ റണ്ണിലും കൺസിസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സെക്ടറാണ്. എന്താണ് ലെയർ 1? ബേസിക്കലി ദ ബ്ലോക്ക് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് എത്തീരിയം, അവാക്സ് പോലുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ L1 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് L2? തുടക്കകാലത്ത് ഉണ്ടായി വന്ന L1ന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടി, അതിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടി ബേസിക് ലെയറിന്റെ മേലെ വരുന്ന ലെയറുകളാണ് L2 എന്ന് പറയുന്നത്. സോ ഡ്യൂറിങ് ദ ബെയർ മാർക്കറ്റിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് കുറേ പുതിയ തരം L2കൾ ഉണ്ടായി. അതിനോടൊപ്പം തന്നെ വേറൊരു സെറ്റ് ഓഫ് ആർഗ്യുമെന്റ്സ്, എന്തിനാണ് നമ്മൾ ഈ L1ൽ തന്നെ വർക്ക് ചെയ്യുന്നത്, നമുക്ക് എന്തുകൊണ്ട് പുതിയ ടൈപ്പ് ഓഫ് L1s ഉണ്ടാക്കിക്കൂടാ എന്ന്. അപ്പൊ ആ ഒരു നരേറ്റീവിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പുതിയ സെറ്റ് ഓഫ് പ്രൊജക്റ്റുകളുണ്ട്. ആ ഒരു നരേറ്റീവിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പ്രൊജക്റ്റുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ദ നെറ്റ്വർക്ക് ബേസ് നെറ്റ്വർക്ക് ഇറ്റ് സെൽഫ്, L1 ലെയർ അല്ലെങ്കിൽ പുതിയ L2s എന്നിവയുള്ള. അപ്പോൾ ഇതെല്ലാം റിലേറ്റീവ്ലി വന്നതുകൊണ്ട് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഹൈ റിസ്കി ബട്ട് ഹൈ റിവാർഡ്. അങ്ങനത്തെ കോയിൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഒന്നാമത്തെ ടോക്കൺ ആണ് ടെക്ടം. ടെക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫാസ്റ്റസ്റ്റ് ബ്ലോക്ക് ചെയിൻ, ഏകദേശം ഒരു 1 മില്യൺ TPS വരെ കപ്പാസിറ്റി ഉള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണത്. ഇപ്പോൾ കാസ്പി ഒക്കെ വന്നപ്പോൾ അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് എ വെരി സ്ട്രോങ് നരേറ്റീവ്. അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണെങ്കിലും അതൊരു ബിറ്റ്കോയിൻ L2 ആയിട്ട് ആക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതാണ് അതിനെ ഇത്രയും സവിശേഷമായ ഒരു L1 ആക്കി മാറ്റുന്നത്. രണ്ടാമത്തത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഫുൾ ഹൈപ്പില് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന കാസ്പ എന്ന് പറയുന്ന കോയിനാണ്. ഇത് ബ്ലോക്ക് ചെയിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനായ ഡാഗിൻ്റെയും അഡ്വാൻസ്ഡ് വേർഷനായ ബ്ലോക്ക് ഡാഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് ഇത് ഓടുന്നത്. ദ ഫാസ്റ്റസ്റ്റ് ബ്ലോക്ക് ചെയിൻ സോ ഫാർ അവൈലബിൾ നൗ എന്നാണ് കാസ്പ അറിയപ്പെടുന്നത്. പക്ഷേ ഇത് റീസെന്റ് ബുൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 500x റിട്ടേൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഏർലി ഇൻവെസ്റ്റേഴ്സിന്. അതുകൊണ്ട് ഈ ടൈമിൽ ഇറങ്ങണോ വേണ്ടോ എന്നുള്ളത് രണ്ടു വട്ടം നമ്മൾ ആലോചിക്കണം. എനിവേ, ഇൻ ടേംസ് ഓഫ് L1 ഇറ്റ്സ് എ വെരി ഗുഡ് ചെയിൻ. മൂന്നാമത്തത് കൊറിയം എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. ഇത് അത്രയധികം ഒന്നും പോപ്പുലർ അല്ല, പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു എന്റർപ്രൈസ് ഗ്രേഡ് ബ്ലോക്ക് ചെയിൻ ആണ്. നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് പബ്ലിക് ബ്ലോക്ക് ചെയിനുകളാണ് ഇത്ര നാളും പറഞ്ഞത്. അത് എന്റർപ്രൈസിന് വേണ്ടി അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഗവൺമെന്റ് റൂൾസ്, റെഗുലേഷൻസ് ഓൾ ഓവർ ക്രോസ് കൺട്രി വെൻ ട്രാൻസ്ഫർ ദ ഡാറ്റ അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതാത് രാജ്യത്തെ കംപ്ലയൻസിനൊക്കെ വേണ്ടി കുറേ റെഗുലേറ്ററി ഇതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ISO 222 എന്ന് പറയുന്നത്. അപ്പോൾ അത് കംപ്ലൈന്റ് ആണെങ്കിൽ മാത്രമേ എന്റർപ്രൈസസിന് ബ്ലോക്ക് ചെയിൻസ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണ് കൊറിയം. നാലാമത്തെ ടോക്കൺ ആണ് ടാക്സാര. ഇത് നെക്സ്റ്റ് കാസ്പ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം കാസ്പ ഇനീഷ്യലി ലോഞ്ച് ചെയ്ത സമയത്ത് അത് ബിറ്റ്കോയിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അതായത് അതിൽ സ്മാർട്ട് കോൺട്രാക്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ടാക്സാരയിൽ അത് EVM കമ്പാറ്റബിൾ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ആണ് ടാക്സാര. അത് മാത്രമല്ല ബ്ലോക്ക് ഡാഗിന്റെ നെക്സ്റ്റ് വേർഷനായ ഡൈനാമിക് ബ്ലോക്ക് ഡാഗ് എന്നുള്ള കൺസെപ്റ്റാണ് അവരതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് കാസ്പ എന്നുള്ള നരേറ്റീവിന്റെ പുറത്ത് നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു കോയിനാണ് ടാക്സാര. അടുത്ത L1 ചെയിനാണ് കുജീറ. ഇതിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ റിയൽ ഈൽഡ് നരേറ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. നമ്മൾ നേരത്തെ കണ്ടു, ചില ആപ്ലിക്കേഷൻസ് കണ്ടു റിയൽ ഈൽഡ് എന്താണെന്നും റിയൽ ഈൽഡ് എന്തുകൊണ്ട് സസ്റ്റൈനബിൾ ആണെന്നും എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് കൂടുതൽ റിയൽ ഈൽഡ് പ്രോട്ടോകോൾസ് ഇഷ്ടമാകുന്നത്. എന്നാൽ അതിന് പറ്റിയ ആപ്ലിക്കേഷൻസിന്റെ ഒരു സ്യൂട്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു L1 ചെയിനാണ് കുജീറ. റിയൽ ഈൽഡ് നരേറ്റീവ്സ് നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. എഗെയിൻ ഇതും ബെയർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റിട്ടേൺ തന്നതാണ്. അടുത്ത ചെയിൻ സൊളാന. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാസ്പ വരുന്നത് വരെ ദ ഫാസ്റ്റസ്റ്റ് ചെയിൻ എന്നുള്ള പേരിൽ കഴിഞ്ഞ ബുൾ റണ്ണിൽ ഒരു 100x മേലെ
റിട്ടേൺസ് കൊടുത്തൊരു കോയിനാണ്. ഡ്യൂറിങ് ദാറ്റ് FTX എക്സ്ചേഞ്ച് കൊളാപ്സ് ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞു. പക്ഷേ കറൻ്റ്ലി ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ലൊരു മൂവ്മെൻ്റ് ആണ് ഇതിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വെച്ച് നല്ലൊരു സ്ട്രോങ് കോയിനായിട്ട് സൊളാനയെ കണക്കാക്കാം. അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് 2 ചെറിയ കാര്യങ്ങൾ. ഒന്ന്, ഇത്തരം പുതിയ കോയിനുകളുടെ ഡിസ്കഷൻ വളരെ നന്നായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. അത് കറൻ്റ്ലി ഫ്രീ ആണ്, ഓപ്പൺ ആണ്. അതുകൊണ്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അത് പെയ്ഡ് ഗ്രൂപ്പ് ആയി കഴിഞ്ഞാൽ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ആൽഫ ഇൻഫർമേഷൻ വെറുതെ കിട്ടാനുള്ള അവസരം താങ്കൾ മിസ്സാക്കുകയാണ്. അതിനു മുമ്പ് പെട്ടെന്ന് ജോയിൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ക്ലാരിറ്റിയോ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കുകൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് താങ്കളുടെ റിക്വസ്റ്റ് വെക്കുക. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ലൈവായോ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയോ അത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. തുടർന്ന് കാണുക. അടുത്ത കോയിൻ എന്ന് പറയുന്നത് ഒപ്റ്റിമിസം ആണ്. ഇതൊരു L2 ചെയിൻ ആണ്. L2 ചെയിൻ L1 ചെയിനിന്റെ ത്രൂപുട്ട് കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. സോ ഒപ്റ്റിമിസം എന്നുള്ളത് എത്തീരിയം ചെയിനിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസം L2 ആണെങ്കിലും അതിനൊരു സൂപ്പർ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് അത് വരുന്നത്. അതായത് കോസ്മോസ് ഹബ് എന്നുള്ള പോലെ ഇത് ക്ലോൺ ചെയ്ത് വേറെ L2 ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള സൈസിലുള്ള കോയിനാണ് ഒപ്റ്റിമിസം. അതുകൊണ്ട് തന്നെ നല്ലൊരു ചാൻസ് ഉണ്ട്. കാരണം പുതിയ L2കൾ ഉണ്ടാക്കാൻ ഇതിന്റെ ബേസ് ഫ്രെയിംവർക്ക് അവർക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോയിൻ ബേസിന്റെ ചെയിനായ ബേസ് ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒപ്റ്റിമിസത്തിന്റെ സൂപ്പർ സ്റ്റാക്കിൽ നിന്നാണ്. അടുത്ത L1 കോയിനാണ് Halal. ഇതിന്റെ പ്രത്യേകത, ഇത് പ്രൈവസി പ്രിസർവിങ് L1 ആണ്. അത് മാത്രമല്ല ഇത് ഡാഗ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് നല്ല ത്രൂപുട്ടും പ്രൈവസിയും മിക്സ് ചെയ്ത് വരുന്ന ഒരു പുതിയ ഇൻവെൻഷൻ ആണ് Halal എന്ന് പറയുന്നത്. ടോക്കൺ ആർബിട്രം. ഇത് നേരത്തെ പറഞ്ഞ പോലെ L2 ആണ്. എത്തീരിയത്തിന്റെ സ്കെയിലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കുന്ന മറ്റൊരു ടോക്കൺ ആണ് ആർബിട്രം. സെയിം ആസ് ഒപ്റ്റിമിസം ബട്ട് വിത്ത് എ ഡിഫറെന്റ് അപ്രോച്ച്. അടുത്ത പ്രോട്ടോകോൾ ആണ് ഇൻജക്റ്റീവ് പ്രോട്ടോകോൾ. ഇത് ഒരു DeFi ബേസ്ഡ് അപ്ലിക്കേഷൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലെയർ 1 ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രോസ് ചെയിൻ ഡാപ്സുകളെ കണക്ട് ചെയ്യാൻ, അതുപോലെ എക്സ്റ്റേണൽ റിയൽ വേൾഡ് അസറ്റ്സിനെ സെക്യൂരിറ്റീസ് ചെയ്യാൻ, അതല്ലെങ്കിൽ സിന്തറ്റിക്സ് പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ. അതായത് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സ്റ്റോക്സിന്റെ ഒക്കെ സിന്തറ്റിക്സ് വേർഷൻ ബ്ലോക്ക് ചെയിനിലൂടെ ഡെലിവർ ചെയ്യാൻ. അതായത് പുറമെന്നുള്ള സിന്തറ്റിക് പ്രൊഡക്ട്സും ക്രോസ് ചെയിൻ സ്വാപ്പിംഗ് ഒക്കെ ചെയ്ത് തരുന്നതിന് അവരൊരു ചെറിയ ഫീ ഈടാക്കുന്നു. ആ ഫീ അതിന്റെ ടോക്കൺ ഹോൾഡേഴ്സിന് ഷെയർ ചെയ്യുന്ന ഒരു മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. സോ DeFi എന്നും ക്രിപ്റ്റോയുടെ ഒരു എവർഗ്രീൻ നെറേറ്റീവ്സ് ആണ്. അത് ക്ലിക്ക് ആകുമ്പോൾ നാച്ചുറലി ഇൻജക്റ്റീവ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടോക്കൺ തോർചെയിൻ ആണ്. ഇതിന്റെ ടോക്കൺ റൂൺ എന്നുള്ളതാണ്. പണ്ട് കാലം തൊട്ടേ ഉള്ളൊരു ടോക്കൺ ആണ്. അതായത് 2021 ബുൾറണ്ണിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തൊരു ടോക്കൺ ആണ്. ഇവരുടെ പ്രത്യേകത ക്രോസ് ചെയിൻ സ്വാപ്പിങ്ങിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോക്കോളാണിത്. ക്രോസ് ചെയിൻ സ്വാപ്പിംഗ് നന്നായിട്ട് ഹിറ്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പല വീഡിയോസിലും കണ്ടു. കാരണം വേറൊന്നുമല്ല, പല നല്ല ഡാപ്സുകളും നല്ല അപ്ലിക്കേഷൻസും മൾട്ടിപ്പിൾ ചെയിൻസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെയിനിലുള്ള ഫണ്ട് വേറൊരു ചെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ദ ഈസിയസ്റ്റ് ഓപ്ഷൻ ഈസ് ക്രോസ് ചെയിൻ പ്രോട്ടോകോൾസ്. അപ്പോൾ അങ്ങനത്തെ ഡാപ്പുകൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ്ലി ഉള്ള ചെയിനുകളിൽ ഒന്നാണ് തോർ ചെയിൻ എന്ന് പറയുന്നത്. അടുത്തത് മറ്റൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും ട്രസ്റ്റ് വർത്തിയായ കോയിൻ ബേസ് എക്സ്ചേഞ്ചിന്റെ ചെയിനായ ബേസ് ചെയിൻ ആണ്. നമ്മൾ നേരത്തെ ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒപ്റ്റിമിസത്തിന്റെ സൂപ്പർ സ്റ്റാക്ക് വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പൊ തന്നെ ധാരാളം ഡാപ്സുകളൊക്കെ അവരുണ്ടാക്കി കഴിഞ്ഞു. ദേ ഹാവ് എ ഗുഡ് ഡെവലപ്പർ അഡോപ്ഷൻ. അപ്പോൾ ഒരുപാട് ഡെവലപ്പേഴ്സ് വരുമ്പോൾ ഒരുപാട് ആപ്പുകൾ വരാനും അതിനനുസരിച്ചുള്ള ഒരു പ്രൈസ് അപ്രിസിയേഷനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു മസ്റ്റ് ആയിട്ടുള്ള L1 ആണ്. അടുത്ത ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് സെഫയർ പ്രോട്ടോകോൾ ആണ്. ഇതിന്റെ പ്രത്യേകത, ഇത് പ്രൈവസി പ്രിസർവിംഗ് ബ്ലോക്ക് ചെയിൻ ആണ്. നമ്മൾ നേരത്തെ കണ്ട Halal കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന് ഗ്യാസ്ലെസ് ട്രാൻസാക്ഷൻ ആണ്. മറ്റൊന്ന് നോൺ ട്രേസബിൾ ട്രാൻസാക്ഷൻ ആണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ടെക് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ് സഫയർ നെറ്റ്വർക്ക്. ഇത് ഇപ്പോൾ തന്നെ നല്ല പെർഫോമൻസ് ആണ്. ഡെഫിനറ്റ്ലി എ മസ്റ്റ് ആഡ് ടു യുവർ വാച്ച് ലിസ്റ്റ്. നെക്സ്റ്റ് ടോക്കൺ റിലേറ്റീവ്ലി ബ്രാൻഡ് ന്യൂ ആണ്. സ്പേസ് മെഷ് എന്നാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇതിന്റെ വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി വേണം എന്നുള്ളതാണ്. അതായത് ബിറ്റ്കോയിൻ തുടക്കകാലത്ത് തുടങ്ങി
കൂടുതൽ ടെക് സേവി ആയിട്ടുള്ള ആൾക്കാരാണ് അതിലേക്ക് ജോയിൻ ചെയ്തത്. മൈനിങ് റിഗ്സ് വേണം, ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പൊ അതുകൊണ്ട് മൈൻ ചെയ്തെടുത്ത് കൂടുതൽ ബിറ്റ് കോയിൻസും ഭൂരിഭാഗം കുറച്ചു പേരുടെ കയ്യിലാണ് ഉണ്ടായിരിക്കുന്നത്. ദോ ഇറ്റ് സ്റ്റാർട്ടഡ് ആസ് ഡീസെൻട്രലൈസേഷൻ, ടോക്കൺ ഹോൾഡേഴ്സ് ആക്ച്വലി നോട്ട് ബെനിഫിറ്റഡ് ഫ്രം ദ കോൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി സാധാരണക്കാർക്ക് ആക്സസിബിൾ ആയിട്ട് ലാപ്ടോപ്പിലൊക്കെ വെച്ച് മൈൻ ചെയ്യാൻ പറ്റുന്ന, ലാപ്ടോപ്പും നമ്മുടെ ഹാർഡ് ഡിസ്കും ഉപയോഗിച്ച് മൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി സാധാരണ ആൾക്കാർക്കും കൂടി പങ്കെടുക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് ഓൾസോ. അപ്പോൾ ബിറ്റ്കോയിന്റെ അതേ വാല്യൂ സിസ്റ്റവും അതേ വിഷനുമായിട്ട് വരുന്നു. പക്ഷെ കുറച്ചും കൂടി സാധാരണ ആൾക്കാർക്ക് ആക്സസിബിൾ ആയിട്ട്, അതായത് ലാപ്ടോപ്പിൽ GPUവിലൊക്കെ മൈൻ ചെയ്യാൻ പറ്റുന്ന പോലെ. പ്രൂഫ് ഓഫ് വർക്ക്, പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറയുന്നത് പോലെ ഇവരുടെ കൺസെൻസസ് പ്രൂഫ് ഓഫ് സ്പേസ് ടൈം എന്നുള്ളതാണ്. ഇതൊരു സിമ്പിൾ മൈനിങ്ങിന് വേണ്ടി സാധാരണക്കാർക്ക് ആക്സസിബിൾ ആവാൻ വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അടുത്ത ടോക്കൺ സെലസ്റ്റിയ എന്നുള്ള ടോക്കൺ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സോ ദാറ്റ് ഈസ് എൻ അസൈൻമെന്റ് ഫോർ യു. എന്തുകൊണ്ടാണ് സെലസ്റ്റിയ ഒരു നല്ല ബ്ലോക്ക് ചെയിനായി മാറുന്നുള്ളത് കണ്ടുപിടിച്ച് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. ഏറ്റവും പുതിയതായിട്ട് ജനറേറ്റ് ആയിട്ടുള്ള പലതരം L1കളും അത് ഏതൊക്കെ സെക്ടറുകളിലാണെന്നും എന്തുകൊണ്ടാണ് നമ്മളത് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഇടേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം പുതിയ പുതിയ കോയിനുകളുടെ അനാലിസിസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ അത്തരം ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തെങ്കിലും കൺഫ്യൂഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ ഫോം ഫില്ല് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.